ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം എയർബസിന്റെ 380-900 ചുവട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 4 പവർഫുൾ എഞ്ചിനുള്ള ഈ വിമാനത്തിൽ ടോട്ടൽ 22 ടയർസാണ് ഉള്ളത്. 2 മുന്നിലെ ലാൻഡ് ഗിയറിലും 8 വിമാനത്തിന്റെ ചിറകിലെ ലാൻഡ് ഗിയറിലും ബാക്കി 12 വിമാനത്തിന്റെ മധ്യഭാഗത്താണ്. ഇത്രയും കൂടുതൽ ടയർ ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം 525 ടൺ ഭാരം വരുന്ന ഈ വിമാനത്തിന് അതിന്റെ ഭാരം റൺവേയിൽ ഒരുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ടയറിന് $5000, ഏകദേശം 4 ലക്ഷം ഇന്ത്യൻ രൂപീസാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഒരു 150 മുതൽ 200 വരെ ലാൻഡിന് ശേഷം ഇത് ചേഞ്ച് ആക്കും. ഈ കാണുന്ന യെല്ലോ പൈപ്പിലൂടെയാണ് വിമാനത്തിന് എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം എക്സ്റ്റേണൽ ആയിട്ട് AC കൊടുക്കുന്നത്. അതുകൊണ്ട് ജെറ്റ് ഫ്യൂൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വിമാനത്തിന്റെ സെക്കൻഡ് എഞ്ചിൻ എന്ന് പറയുന്നത് APU, അതായത് ആക്സിലറേറ്ററി പവർ യൂണിറ്റിന്റെ ഉപയോഗം ഇതിലൂടെ കുറയ്ക്കാൻ കഴിയും. 2 വർഷത്തോളമായി എമിറേറ്റ്സിന്റെ ഈ ഫ്ലൈറ്റിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറുന്നത്. ടോട്ടൽ 3 ഡെക്കാണ് ഇതിനുള്ളത്. 2 പാസഞ്ചർ ഡെക്കും ഒരു കാർഗോ ഡെക്കും. ഇതിന്റെ മെയിൻ ഡെക്ക് ലോകത്തിലെ ഏതൊരു വിമാനത്തിനേക്കാളും വീതിയുള്ളതാണ്. മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ വീതി കൂടുതലാണ്. അതായത് വിൻസ്പാന് തന്നെ 80 മീറ്ററോളം നീളം വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ 4 എയർപോർട്ടിൽ മാത്രമേ ഇതിന് കോഡ് ഓഫ് കാറ്റഗറി ഉള്ളൂ. ബാംഗ്ലൂർ എയർപോർട്ട്, ഹൈദരാബാദ്, ഇതുപോലെ തന്നെ ന്യൂഡൽഹി, പിന്നെ മുംബൈ. ഈ മെയിൻ ഡെക്കിലാണ് ഇവിടെയാണ് കംപ്ലീറ്റ് എക്കണോമിക് ക്ലാസ് ഉള്ളത്. 3, 4, 3 എന്നീ ലേഔട്ടിലാണ് സീറ്റുകളുടെ ക്രമീകരണം. ഈ ഫുൾ എയർബസും ഫുൾ സീറ്റും എക്കണോമി ആണെങ്കിൽ ഈ ഫ്ലൈറ്റിന്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 850 പേർക്ക് ഇരിക്കാനുള്ളതുണ്ട്. എന്നാൽ ഒരു എയർലൈൻ കമ്പനിയും ഇത്രയും സീറ്റിംഗ് കൊടുക്കാറില്ല. പകരം അവ എക്കണോമി അല്ലെങ്കിൽ പ്രീമിയം എക്കണോമി, ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ തിരിച്ച് 450 മുതൽ 530 വരെയാണ് കൊടുക്കാറുള്ളത്. ഇനി അപ്പർ ഡെക്കിലേക്ക് പോകാം. അപ്പർ ഡെക്കിലാണ് ബിസിനസ് ക്ലാസ്സും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. എമിറേറ്റ്സിന്റെ ഈ അപ്പർ ഡെക്ക് ഏറ്റവും ആഡംബരമായിട്ടുള്ള ഒരു ഡെക്കാണ്. മുകളിലത്തെ ഡെക്കിലെ പിറകുവശത്തായിട്ട് ഒരു മിനി ബാർ തന്നെയുണ്ട്. പാസഞ്ചറിന് ഇവിടെ വന്ന് സംസാരിക്കാനും അതുപോലെ ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ് കഴിക്കാനും പറ്റും. ഇതിന്റെ തൊട്ട പിറകിലാണ് ബിസിനസ് ക്ലാസ് ഉള്ളത്. ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കിടക്കയായിട്ട് മാറുന്നതാണ് ഇത്. കൂടാതെ ഒരു മിനി ബാർ സൗകര്യങ്ങളും ഇതിലുണ്ട്. ഏറ്റവും മുന്നിലാണ് ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. ഓരോ യാത്രക്കാരനും സ്വന്തമായിട്ട് അടച്ചിടാവുന്ന ഡോർസ് ഉള്ള ഒരു പ്രൈവറ്റ് സ്യൂട്ടാണ് ഇതിന്റെ ഹൈലൈറ്റ്. 4000 അടി ഉയരത്തിൽ നിന്ന് കുളിക്കാനുള്ള സൗകര്യം എമിറേറ്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. 2 മോഡേൺ ഷവേഴ്സ് ആണ് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിന് കമ്പനി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 30 മിനിറ്റ് ആണ് ഇവിടെ പാസഞ്ചേഴ്സിന് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉള്ളത്. അതുപോലെ തന്നെ പ്രത്യേക ഷവർ അറ്റൻഡന്റ്, ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇതിനുണ്ട്. ഈ ഷവർ അറ്റൻഡന്റ് നിന്ന് വരുന്നത് എമിറേറ്റ്സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ക്യാബിൻ അസിസ്റ്റൻസ്, ക്യാബിൻ സർവീസ് അസിസ്റ്റന്റ് എന്നാണ്. ഈ ഒരു വേക്കൻസിയാണ് ഷവർ അറ്റൻഡന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹോട്ടലിൽ റൂം അറ്റൻഡൻസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഹോട്ടലിൽ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബിൻ അസിസ്റ്റൻസ് ആയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് A380 പോകുന്ന എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് പോകാൻ ക്യാബിൻ ക്രൂവിൻ്റെ കൂടെ തന്നെ.